എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. കൃഷിയിടത്തിലെ കാട്ടുപന്നികളെ തുരത്താനും റെയിൽവേ ട്രാക്കിലെ വിള്ളലുകൾ കണ്ടെത്താനും സഹായകരമാകുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഈ സ്റ്റാളുകളിലെത്തിയാൽ കാണാൻ കഴിയുക. സാങ്കേതിക വിദ്യാഭ്യാസ പഠനത്തിന് ജില്ലയിലെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളും പോളിടെക്നിക് കോളേജുകളും ടെക്നിക്കൽ ഹൈസ്കൂളുകളും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വാതിൽ തുറന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുക. കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ തുരത്താനുള്ള ഡ്രോൺ സംവിധാനം, റെയിൽവേ ട്രാക്കിലെ വിള്ളലുകൾ കണ്ടെത്താനുള്ള റോബോട്ട്, വയർലെസ് ചാർജിംഗ്, ചരക്കുകളുടെ ഗതാഗതത്തിനായി ഒക്ടോണമസ് മൊബൈൽ റോബോട്ട്, വാഹനങ്ങളിലെ വിഷവാതകം കണ്ടെത്താനുള്ള സംവിധാനം തുടങ്ങി കൃഷിയിടത്തിൽ വീഴുന്ന ജാതിക്ക ശേഖരിക്കാൻ വരെയുള്ള ഉപകരണങ്ങളുടെ പ്രദർശനവുമായാണ് കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മളെ ഇടുക്കിയിലെ കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ജാതിക്ക വക സമയത്ത് മിഷൻസിലെ ആൾക്കാരില്ല. കനത്ത മഴയെ തുടർന്ന് പറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ആരും ഇല്ലാത്തവരാണ്. ഈ പൂ പൊടിഞ്ഞു പോകണം, അതിന്റെ വില കുറയുന്ന സാഹചര്യത്തിൽ ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തൊരു മിഷനാണ് അത്. ഈ മിഷൻ ഉപയോഗിച്ച് നമ്മുടെ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ സെൻസർ, ഇവിടെ ഇതിനൊരു ക്യാമറ സെൻസർ ഉണ്ട്, ഈ സെൻസർ യൂസ് ചെയ്ത് ഇത് ഡിറ്റക്ട് ചെയ്ത് ജാതിക്കാണോ എന്ന് എ ഐ ഡിറ്റക്ട് ചെയ്ത് അത് ഈ റോബോട്ടിക് ക്യാം സിഗ്നൽ കൊടുക്കും. റോബോട്ടിക് ക്യാം അത് പിക്ക് ചെയ്ത് ടിപ്പിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ 1.5 കിലോമീറ്റർ വരെ പറക്കാവുന്ന മിനി എയർക്രാഫ്റ്റും കുട്ടികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു മിനി എയർക്രാഫ്റ്റ് ഡ്രോൺ സിസ്റ്റം കൊണ്ട് ഒരു മിനി എയർക്രാഫ്റ്റ് ആയിട്ട് അതിനെ മോഡിഫൈ ചെയ്തേക്കുവാണ്. പിന്നെ ഒരു ഡ്രോൺ കിറ്റ് കൊണ്ട് ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യാമെന്നുള്ളത് അവർ പ്രൂവ് ചെയ്തേക്കുവാണ്. എയർ റേഷ്യോയിലുള്ളൊരു മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപർപ്പസ് കൃഷിയോഗ്യമായ കാര്യങ്ങളിൽ ഡ്രോൺ ഉപയോഗിക്കുന്ന പർപ്പസിന് പോലെ തന്നെ നമുക്ക് ഈ പ്ലെയിനും ഉപയോഗിക്കാൻ കഴിയും. കുട്ടികളിലേക്ക് ഇലക്ട്രോണിക്സിനോടുള്ള താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഇനി മുന്നോട്ടെന്ത് പഠിക്കുമെന്ന ചിന്താകുലരാകുന്ന കുട്ടികൾക്ക് ഇലക്ട്രോണിക്സിന്റെ ബോധവൽക്കരണവും നൽകുകയാണ് എന്റെ കേരള പ്രദർശനമേളയിലെ ഈ സ്റ്റാൾ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.